കൊല്ലം കോർപ്പറേഷൻ കച്ചേരി ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി മീനു ഗിരീഷിൻ്റെ തെരഞ്ഞെടുപ്പ് വലിയ ആവേശത്തിലാണ്. വീട്ടമ്മമാരും യുവതികളും വിദ്യാർത്ഥിനികളും അടക്കമുള്ളവർ പ്രചരണത്തിൻ്റെ സജീവ ഭാഗമാകുന്നു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുണ്ടെങ്കിലേ നമുക്ക് നമുക്ക് ഇത്രയും 10 വർഷത്തെ വികസന കാര്യങ്ങൾ നമുക്ക് എടുക്കുമ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ഉള്ള അതിനേക്കാളും 10 ഇരട്ടി 100 ഇരട്ടി മികച്ച വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുണ്ടെങ്കിലേ ഈ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പാർട്ടിക്ക് അല്ലാതെ വേറെ ഒരു പാർട്ടിക്കും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ 3 മക്കളും അതാണ് ചെയ്യുന്നത്. ഈ മോള് ജയിച്ച് കയറണം. തൊട്ടേ എല്ലാ സഹായങ്ങളും ഈ പാർട്ടിക്കാരാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഈ ചേച്ചിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തോളൂ. ഈ മോളെ ഇന്നലെ കാണാൻ തുടങ്ങിയില്ലേ, പണ്ട് തൊട്ടേ കാണുന്നേ അവരച്ഛൻ്റെ കാലത്ത്. മുമ്പ് കൊല്ലം കോർപ്പറേഷനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മീനുവിന് പൊതുപ്രവർത്തനത്തിൽ അനുഭവ സമ്പത്തുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാം. മുൻ കൗൺസിലർ സോമരാജന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. UDFും BJPയും വൻതോതിൽ പണമൊഴുക്കി ആഡംബരം കാണിക്കുന്നതിനൊപ്പം വ്യക്തിഹത്യയും ചെയ്യുന്നുവെന്ന് സോമരാജൻ കുറ്റപ്പെടുത്തി. അത് കോൺഗ്രസ് എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്ത് പോകത്തേ ഉള്ളൂ. പിന്നെ BJPയും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് അവർക്ക് കിട്ടത്തില്ല. അവർ വ്യക്തിഹത്യ നടത്തി മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണമാണ് അവർക്കുണ്ടായത്. അതേസമയം കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തുടരാൻ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി മീനു ഗിരീഷ്. 5 വർഷം എന്നെ എല്ലാവരും നല്ല രീതിയിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഏത് സമയത്ത് അവരുടെ കൂടെ നിൽക്കാനും എനിക്ക് പൂർണ്ണമായും കഴിയുന്നുള്ള എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, പാവപ്പെട്ടവരുടെ വിവിധ പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നോട്ട് പോക്ക്. പ്രകടന പത്രികയിൽ പോലും അക്കാര്യങ്ങളിൽ നൽകുന്ന ഉറപ്പ് അത് ജനകീയവുമാണ്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.